ഹലോ ട്രേഡേഴ്സ്, ഡെയിലി ട്രേഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിഫ്റ്റി ഇന്നലെ കനത്തൊരു ഫോളിലാണ് സ്റ്റാർട്ട് ചെയ്തത്. നിഫ്റ്റി എന്ന് പറഞ്ഞൊരു ഇൻഡെക്സും കൂടി ഉണ്ട്, ഫ്യൂച്ചർ സ്റ്റാർട്ടാണ് അതിൽ റീഡ് ചെയ്യണത്. അപ്പോൾ അതിൽ ഏതാണ്ട് ഒരു 70+ ആണ് കേട്ടോ. അതായത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് മോർണിംഗ് കാണിച്ചത്. പക്ഷേ സഡൻലി മാർക്കറ്റ് ഓപ്പൺ ആയപ്പോൾ തന്നെ ഗ്യാപ്പ് ഇട്ടിട്ടല്ല അടിയിലേക്ക് വന്നത്. ഓൾറെഡി അത് 1090 പോയിന്റ് കറക്റ്റ് ആയിട്ട് അടിയിലേക്ക് വരെ ചെയ്തത്. ഗ്യാപ്പൊന്നും ഉണ്ടായിരുന്നില്ല, നമുക്കവിടെ കാണാൻ പറ്റും. ഗ്യാപ്പ് ആയിരുന്നില്ല നിഫ്റ്റിയുടെ ഓപ്പണിങ്. അത് ഞാൻ കാരണം എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ ഫ്യൂച്ചർ സ്റ്റാർട്ട് കാണിച്ചത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങാണ്, 70-90+ ആണ് കാണിച്ചത്. പക്ഷേ സഡൻലി ഉണ്ടായ ഫോളാണ് അത്. പക്ഷെ നമുക്ക് കാണാൻ പറ്റും ഒരു സപ്പോർട്ടുണ്ട്, 24,548 സപ്പോർട്ടുണ്ട്. അത് റെസ്പെക്ട് ചെയ്തിട്ട് നിഫ്റ്റി കയറാൻ ശ്രമിച്ചിട്ടുണ്ട്, പിന്നെയും ഫോളോ ആയിക്കാണ്. അത് റെസിസ്റ്റൻസ് എത്തിയപ്പോൾ ഓട്ടോമാറ്റിക്കലി പിന്നെയും ഇതേ സെല്ലിംഗ് പ്രഷറാണ് അവിടെ വരുന്നത്. 24,695 പിന്നെയും സെയിം സെല്ലിംഗ് പ്രഷർ വരുന്നുണ്ട്. അതുകൊണ്ടാണ് പിന്നെ അത് ഫോളോ ആയി അടിയിലേക്ക് വന്നതാണത്. ഇത് കണ്ടിന്യൂ ഫോളോ എന്നുള്ളതല്ല കേട്ടോ കാണിക്കണത്, ഒരു ഇതൊക്കെ കാണിക്കുന്നുണ്ട്. സെൻറ്റിമെൻ്റൊക്കെ നിഫ്റ്റിക്ക് ഇപ്പോഴും ഉണ്ട്. ഇന്ന് കുറേ ട്രേഡ്സ് ഉണ്ടായിട്ടുണ്ട്, ഇഷ്ടംപോലെ സ്ട്രൈക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കവിടെ കാണാൻ പറ്റും, ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാർക്കറ്റ് ഓപ്പൺ ആയപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇത്ര വലിയ ക്യാൻഡിലൊക്കെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ഒറ്റ പ്രൈസ് അല്ല ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ. 3 പ്രൈസ്, ഒരു സ്ട്രൈക്കിൽ 3 പ്രൈസോളം ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ 3 പ്രൈസ് നമുക്ക് ഇടാനുള്ള ടൈമൊന്നും കിട്ടില്ല. അപ്പോൾ നമ്മളിത് കാണിക്കണ സമയത്ത് നിങ്ങൾക്ക് അവിടെ തോന്നും ആ പ്രൈസ് പറഞ്ഞില്ല, ഈ പ്രൈസ് പറഞ്ഞില്ല. പക്ഷേ അതിനുള്ള ടൈം കിട്ടിയിട്ടില്ല, അതാണ് അവിടെ കാര്യം കേട്ടോ. അങ്ങനെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ കാണാൻ. ഇത് 24,700 പി ആണ്. 28-ാം തീയതി ഡേറ്റ് നമുക്കവിടെ കാണാൻ പറ്റും. 3 പ്രൈസ് ഞാൻ രാവിലെ നോക്കി വെച്ചാണ്, ഗ്രൂപ്പിൽ ഇടാൻ വേണ്ടി നോക്കി വെച്ചാണ്. അല്ല, 63 നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. പിന്നീട് 95 പിന്നെ 109. ഈ 2 പ്രൈസും എനിക്ക് ഇടാൻ സമയം കിട്ടിയിട്ടില്ലേ. പിന്നെ അത് അവിടെ നിന്ന് ഇല്ല, നമുക്കൊരു ട്രേഡ് എന്ന് പറഞ്ഞാൽ സെറ്റപ്പ് ഒന്നും അവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഇടാനിരുന്നത്. ഈ ഒറ്റ ക്യാൻഡിൽ എല്ലാം തീരുമാനമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടെ ഈ 3 പ്രൈസ് ഇടാനുള്ള ടൈമൊന്നും കിട്ടണില്ലേ. അപ്പോൾ എനിക്ക് അവിടെ പിന്നെ അതുകൊണ്ടാണ് ഞാൻ അടുത്ത് ഫസ്റ്റേ പറഞ്ഞത് ഞാൻ വേറെ സ്ട്രൈക്ക് തരാമെന്ന്. മനസ്സിലായാലും സംഭവം പ്രൈസ് ഇല്ലാണ്ടല്ല, പിന്നെ അങ്ങനെ ചെയ്തു മാത്രം. പിന്നെ ക്യാൻഡിൽസ് നമുക്ക് കാണാണ്ടാവും. 24,700 പി അത്രയും ഹൈയിൽ പോയി, ഹൈൻ്റെ ഒരു മൊമെൻറ്റം കാണിച്ച് പിന്നെ അത് നല്ല രീതിക്ക് ഇന്നത്തെ ഫസ്റ്റ് ക്യാൻഡിൻ്റെ ലോയും അടിയിലേക്ക് ബ്രേക്ക് ചെയ്ത ശേഷം റിട്ടേൺ കയറുന്ന ലെവലിലുണ്ടായിരുന്നു. അവിടെ റിട്ടേൺ കാണുന്ന ഒരു റീഎൻട്രി, ആ റീഎൻട്രി ഇവിടെയാണ് ഞാൻ കൊടുത്തത് കേട്ടോ. 95 കൊടുത്തത്. 69 ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. 69 കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ആക്റ്റീവ് ആയത് ഈ റെഡ് ക്യാൻഡിലാണ്. പക്ഷെ അവിടെ പിന്നെ ഒരു ഡിസ്കൗണ്ട് എൻട്രി എന്ന് പറഞ്ഞ സെറ്റപ്പ് വന്നിട്ടില്ല. നിങ്ങൾ ഈ കാണുന്ന റെഡ് ക്യാൻഡിലൊക്കെ 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് വരുന്നതാണ്. അത് 15 മിനിറ്റ് കഴിഞ്ഞ് വരികയാണ് എന്നുണ്ടെങ്കിൽ എത്രത്തോളം സ്ട്രെങ്ത് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു 5 മിനിറ്റുള്ള വരികയാണെങ്കിൽ നമുക്ക് ഇത് എടുക്കാൻ പറ്റും. ബേസിൽ 5 മിനിറ്റ് വന്നില്ല, അപ്പോൾ നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. 95 എന്ന് പറഞ്ഞാൽ പ്രൈസാണ് ഞാൻ പിന്നെ കൊടുത്തത്. 95 വൃത്തിക്ക് അത് ആക്റ്റീവ് ആയിട്ടുണ്ട്, നമുക്കിവിടെ കാണാൻ പറ്റും. റെഡ് ക്യാൻഡിൻ്റെ ബോഡി ലോസ് മുകളിലാണ് വന്നത്. അടുത്ത ക്യാൻഡിലാണ് എൻട്രി എടുക്കാൻ പറ്റും. എല്ലാം ലിമിറ്റിലുള്ള കളികളാണ് കേട്ടോ. ഒരു 70 പോയിന്റ് നല്ല രീതിക്ക് വന്നിട്ടുണ്ട്. ഫുൾ ടാർഗറ്റ് 50 പോയിൻ്റാണ്, നമുക്ക് 70 പോയിന്റ് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. 126 പോയിൻ്റാണ്. കൈ പിടിച്ച് നിൽക്കണവർക്ക് അത് പോവുക, മനസ്സിലായില്ലേ. കയ്യിലാ ട്രേഡുള്ളവർക്ക് 126 പോയിന്റ് പോകും, വെയിറ്റ് ചെയ്ത് നിൽക്കണവർക്കും. അല്ലാതെ ഒരു 50 പോയിന്റിൽ ഇറങ്ങും. 50 പോയിന്റ് ഓക്കെയാണ്, ഫുൾ ടാർഗറ്റ് അതാണ്. അപ്പോൾ നമുക്ക് 24,700 പി നമുക്ക് ഈ ഒരു എൻട്രിയാണ് കിട്ടിയേക്കണത്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഫസ്റ്റ് എൻട്രികൾ കിട്ടാതിരുന്നത് എൻട്രി പോയിന്റ് ഇല്ലാത്ത കാരണം കൊണ്ടല്ല, രാവിലെ നോക്കി വെച്ചതാണ്. 8 മണിക്ക് നോക്കി വെച്ച ലെവലാണ് ഈ 95, 109 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ അത് നമുക്ക് പറയാൻ പറ്റുന്നതിനേക്കാളും ഫാസ്റ്റിലാണ് മാർക്കറ്റിൻ്റെ ബിഹേവിയർ എന്നത്തെ. ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ക്യാൻഡിൽസ് അടിയിലേക്ക് ഇറങ്ങി നമുക്ക് പിന്നെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നാണ് ഈ രണ്ടാമത്തെ ട്രേഡ്. ആ രണ്ടാമത്തെ ട്രേഡ് നല്ല, ഒന്നാമത്തെ ട്രേഡ്. അപ്പോൾ അതിൽ ഫുൾ ടാർഗറ്റാണ്. അങ്ങനെ തന്നെയാണ് പല ട്രേഡുകളും കേട്ടോ. ഇപ്പോൾ ഇതാണ് സെൻസസിലൊന്നും ചെയ്യല്ല. 409 ഒറ്റ പ്രൈസാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അവിടെ നമുക്ക് ട്രേഡൊന്നും കിട്ടിയിട്ടില്ല. അവിടെ റെഡ് ക്യാനിലൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ നല്ലൊരു എൻട്രിയാണ്. പക്ഷെ കൊണ്ട് കാര്യമില്ല. ബാങ്ക് നിഫ്റ്റിയിൽ 2 പ്രൈസ് വെച്ചിട്ടുണ്ടായിരുന്നു. 2 പ്രൈസിലാണെങ്കിലും ഈ പറഞ്ഞ റെഡ് ക്യാനിൽ കാണാനില്ല. പിന്നെ ചിന്തിക്കുകയല്ലേ അവിടെ ഒന്നും സമയമില്ല, അത് ഇടാനുള്ള സമയം കിട്ടണില്ലേ. 54,400 പി ആണ് കേട്ടോ. പിന്നെ നമുക്കൊരു ചാൻസ് വരുന്നത് 220. ഞാൻ രാവിലെ കണ്ടുപിടിച്ച ലെവലാണ്. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു എൻട്രി എടുക്കാൻ പറ്റും. പക്ഷേ 220 ഞാൻ കൊടുത്തിട്ടില്ല. ക്ലിയർ ആയിട്ട് പറയാമല്ലോ, 220 എന്ന് പറഞ്ഞാൽ ലെവൽ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ റീ എൻട്രിയുടെ കാര്യമൊന്നും പറയണില്ല. പക്ഷെ പ്രോപ്പറായിട്ട് അത് ആക്റ്റീവ് ആയിട്ടുണ്ട്. 220 625. പക്ഷെ അത് പറയാനേ പറ്റുള്ളൂ. നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കി പോകാം കേട്ടോ, വേറെ നല്ല കാര്യം. പക്ഷേ നേരത്തെ ഫസ്റ്റ് ട്രേഡ് കാണിച്ചില്ലേ നിഫ്റ്റിയുടെ, അത്
ആ ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വൈകിട്ട് അത് 2:30 കഴിഞ്ഞിട്ട് കിട്ടിയ ട്രേഡാണ്. അത് അവിടെ ഇരിക്കട്ടെ, ആ 2:30ക്ക് ശേഷമുള്ള ട്രേഡാണ്. നമുക്ക് ഫസ്റ്റ് ട്രേഡ് കിട്ടിയത് CSDക്കാണ്. 54,500 35 രൂപ ഞാൻ കൊടുത്തിട്ടില്ല കേട്ടോ. അത് ജസ്റ്റ് ഞാൻ ഒരു ട്രൈ ചെയ്ത് നോക്കിയതാണ്, അത് ഞാൻ കൊടുത്തിട്ടില്ല. പക്ഷെ കുഴപ്പമില്ല, മൂവ്മെൻ്റൊക്കെ വരുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഞാൻ അവിടെ ലൈവ് വരച്ച് വെച്ചാണ് കാണുമ്പോൾ മേ ബി നിങ്ങൾ എന്താ തരാത്തതെന്നൊക്കെ നമുക്ക് തോന്നും. ഞാൻ കൊടുത്തിട്ടില്ല കേട്ടോ സെപ്പറേറ്റ്. അപ്പോൾ 24,600 ആണ്. 24,600 എന്ന് പറഞ്ഞാൽ നമുക്ക് 10 പോയിൻ്റാണ് കിട്ടിയത്. 10 പോയിൻറ്റിന് ശേഷം അത് കോസ്റ്റ് എക്സിറ്റ് ആണ് കേട്ടോ. അതിൽ വേറെ കാര്യങ്ങളൊന്നും പറയില്ല. റീ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റപ്പൊക്കെ ഉണ്ട്. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 മിനിറ്റിൽ ഇത് അടിയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഒരു 6-7 പോയിൻറ്റ് വ്യത്യാസം നമുക്ക് കിട്ടുക. അത് അക്സെപ്റ്റബിൾ ആയവർക്ക് ഇത് ഒരു 50 പോയിൻ്റാണ്. 67 പോയിൻറ്റ് പോയിട്ടുണ്ട്. 50 പോയിൻറ്റ് മിനിമം കൂട്ടാം. 6-7 പോയിൻ്റൊക്കെ വ്യത്യാസത്തിന് മേടിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ മാത്രം. ഞാൻ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണില്ല. അടിപൊളി ട്രേഡാണെന്ന് പറഞ്ഞിട്ട് മനസ്സിലായില്ലേ. പിന്നെ നമുക്ക് 24,550 PE ഉണ്ടായിരുന്നു. ഇതൊരു 10-15 പോയിൻറ്റ് 18 പോയിൻ്റാണ് പോയേക്കണത്. അതിനുശേഷം അത് അടിയിലേക്ക് ഇറങ്ങുകയും ചെയ്തത്. പിന്നെ നമുക്ക് 24,550 PE തന്നെ വേറെ ട്രെയിൻ കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. 15 രൂപയ്ക്ക് ഒരു ട്രേഡ് ഒരു 2.5 ടൈമിൽ ഇട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഫുൾ ടാർഗറ്റാണ് കേട്ടോ. 50 പോയിൻ്റ് അടിച്ചിട്ടുണ്ട്. അത് 15 രൂപയുടെ ട്രേഡാണ്. എടുത്തവർക്ക് അത് നല്ല പ്രോഫിറ്റ് ആയിട്ടുണ്ടാകുന്നു മാത്രം. പിന്നെ നമുക്ക് 24,600 PE ഉണ്ടായിരുന്നു. അതൊരു 38 പോയിൻറ്റ് 1 വേയിൽ വന്നിട്ടുണ്ട്. പിന്നെ അത് റീ എൻട്രി ആയിട്ട് കൂട്ടാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഫുൾ ടാർഗറ്റിലേക്ക് പോകും. ബേസിക്കലി ഇത്രയും പെട്ടെന്നൊരു കയറ്റം എടുക്കേണ്ട കാര്യമില്ല. അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട് മാർക്കറ്റിൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. ഒരു ലോട്ട് എടുത്ത് വേണമെങ്കിൽ ട്രൈ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ. പക്ഷെ ഇത് പ്രോപ്പർ റീ എൻട്രി അല്ല ഈ ഒരു ഏരിയ കേട്ടോ. ജസ്റ്റ് ട്രൈ ചെയ്യാൻ വേണ്ടി എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. എത്രത്തോളം അത് ബിഹേവ് ചെയ്യുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഞാൻ റീ എൻട്രി ആയിട്ട് ഞാൻ പറയണില്ലേ അത്. അപ്പോൾ ടോട്ടൽ ഇത്രയും കാര്യമാണ് നടന്നേക്കണത്. കഥ കുറച്ച് പറയാനുണ്ട്. നിങ്ങൾ ഏത് ട്രേഡ് എടുത്തതെന്ന് എനിക്കറിയില്ല. പിന്നെ ബാങ്ക് നിഫ്റ്റി സെൻസസ് ഞാൻ കണ്ടിന്യൂസ്ലി കൊടുത്തിട്ടില്ല. ഫുള്ള് നിഫ്റ്റിയിലായിരുന്നു ഇന്നത്തെ കോൺസെൻട്രേഷൻ. നിഫ്റ്റിക്ക് നല്ല മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. പിന്നെ വേറെ കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് പ്രോഫിറ്റ് എടുക്കാനുള്ള വഴിയൊക്കെ നിഫ്റ്റിയിൽ ഉണ്ടായിരുന്നു കേട്ടോ. പ്രോപ്പറായിട്ട് ട്രേഡ് എടുത്ത് പോകുന്നവർക്ക് പ്രോഫിറ്റ് എടുക്കാം. കുറച്ച് ക്ഷമയും കാര്യങ്ങളൊക്കെ വേണം. ഇന്നത്തെ ദിവസം എങ്ങനെ എടുത്താലും പ്രോഫിറ്റ് ആണ് എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ഒരിക്കലും കിട്ടില്ല. ഇന്നത്തെ ദിവസം നമ്മൾ പ്രോപ്പറായിട്ടൊക്കെ മാർക്കറ്റ് കണ്ടീഷൻ മാത്രമല്ല, മാർക്കറ്റിൻ്റെ ക്യാൻഡിൽസ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യണമെന്നും കൂടി മനസ്സിലാക്കിയാലാണ് ഓൾ ടോട്ടൽ പ്രോഫിറ്റിലിരിക്കാൻ പറ്റുള്ളൂ. അത് എൻ്റെ ഒരു സജഷൻ മാത്രമാണ് കേട്ടോ. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ട്രേഡ് ചെയ്യാം. നിങ്ങളുടെ ട്രേഡിങ് തെറ്റാന്നല്ല പറയണത്. നിങ്ങളുടെ ക്യാഷാണ്, നിങ്ങളുടെ ക്യാപിറ്റലാണ്. അപ്പോൾ ട്രേഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് പഠിച്ചിട്ട് ചെയ്യുക. ഇത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള മേഖലയാണ്. ഈസി അല്ല. അതിൻ്റെ ഉള്ളിൽ പ്രോഫിറ്റ് ഡെയിലി എടുത്ത് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു 60 രൂപ, അതായത് 60 പോയിൻറ്റ് 100 പോയിൻറ്റ് മൂവ് ചെയ്യുന്നുണ്ട്. ഒരു മൈനസ് ആയിക്കോട്ടെ പ്ലസ് ആയിക്കോട്ടെ, എങ്ങനെയാണെങ്കിലും അതൊരു 60-70 പോയിൻ്റ് അല്ലെങ്കിൽ 100 പോയിൻ്റെങ്കിലും മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഗംഭീര ട്രേഡുകൾ കിട്ടും. മനസ്സിലായില്ലേ? പക്ഷേ അങ്ങനത്തെ ഒരു ബിഹേവിയർ മാർക്കറ്റിന് ഉണ്ടെങ്കിലാണ് എല്ലാ ദിവസവും പ്രോഫിറ്റ് കിട്ടുള്ളൂ. ചിലപ്പോൾ 10 പോയിൻറ്റ് 20 പോയിൻ്റ് പറഞ്ഞ മാർക്കറ്റ് നിൽക്കും. അപ്പോൾ ആ സമയത്ത് പ്രോഫിറ്റ് കിട്ടാത്തതിനൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ വെയിറ്റ് ചെയ്യുക ഫോർ യുവർ ഡേ. അങ്ങനെ കാണാനേ പറ്റുള്ളൂ മാർക്കറ്റിനെ. മനസ്സിലായില്ലേ? കിട്ടണ ടൈമിന് നമുക്ക് വരിക്കോരി എടുക്കാം. അത് നമുക്ക് കറക്റ്റ് എൻട്രി പോയിൻ്റ് കിട്ടണോണ്ടാണ്. ഒരു ദിവസം എൻട്രി പോയിൻ്റ് കിട്ടണില്ലെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി എല്ലാം നിൽക്കും. അതും കൂടി മനസ്സിലാക്കിക്കോ. ഞാൻ ഭയങ്കര പെർഫെക്റ്റ് ട്രേഡർ എന്നുള്ള നിലയ്ക്കല്ല പറയണത്. നിങ്ങളെ കൊണ്ട് നല്ല ട്രേഡ് കാണിച്ച് തരിക എന്നുള്ളതാണ് ഞാൻ ചെയ്യണത്. നിങ്ങൾക്ക് എങ്ങനെ ഒരു നല്ല ട്രേഡ് കാണാം അതാണ് ഞാൻ ചെയ്യണത് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളെടുത്ത് പ്രോഫിറ്റ് എടുത്ത് പോയി പിന്നെ കയറി പോകുമ്പോൾ നിങ്ങൾക്കത് മിസ്സായി പോയെന്ന് തോന്നും. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു സ്റ്റിൽ ഒരു ചിരി ഉണ്ടാവും മുഖത്ത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ട്രേഡ് എടുത്തു. പക്ഷെ നമുക്ക് സംഭവം ഫുള്ളായിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ നമ്മൾ കറക്റ്റ് ട്രേഡിനെ എടുത്ത് എന്നുള്ളൊരു സംഭവം ഉണ്ടാവും. നിങ്ങൾക്ക് സ്വന്തമായിട്ട് അങ്ങനത്തെ ഒരു പരിപാടിക്ക് വരണമെങ്കിൽ നിങ്ങളതൊക്കെ പഠിക്കുക തന്നെ വേണം. പിന്നെ ഞാൻ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനാണെങ്കിലും വേറൊരാളാണെങ്കിലും ഡെയിലി ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ആളായിട്ടോ അല്ലെങ്കിൽ ഡെയിലി ഇങ്ങനത്തെ ഒരു മേഖലയിൽ എല്ലാ ദിവസവും വീഡിയോ ഇട്ടിട്ട് എല്ലാ ദിവസവും ഗ്രൂപ്പ് നോക്കി നടക്കുന്ന ആളായിട്ടല്ല. മനസ്സിലായില്ലേ? നിങ്ങൾക്കുള്ള ചാൻസുകൾ അതൊക്കെയും മനസ്സിലാക്കാൻ പറ്റുന്നവർക്ക് മനസ്സിലാക്കി ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്യുക. ഡെയിലി പ്രോഫിറ്റ് എടുത്ത് പോകുമ്പോൾ സുഖമൊക്കെ ഉണ്ടാവും. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി കിട്ടണ സംഭവം ഒരു ദിവസം കിട്ടില്ലേ. നിങ്ങൾ എന്താ ഉണ്ടാകാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ പല്ലവിക്ക് പോകും. അതായത് ഡെയിലി ലോസ് എന്ന് പറഞ്ഞൊരു സംഭവത്തേക്ക്. അപ്പോൾ അതും കൂടിയും അക്സെപ്റ്റബിൾ ആയിട്ട് നിങ്ങളിവിടെ നിൽക്കണം. ഒരാളിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുമ്പോൾ അതാണ് അവിടുത്തെ പ്രശ്നം.
അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ടൈമിൽ നിങ്ങൾ എല്ലാതും പഠിച്ചെടുക്കാൻ നോക്കണമെന്നാണ് ഫോർ യുവർ സേഫ്റ്റി. അത് ഞാൻ അങ്ങനെയല്ല പറയണത്, നിങ്ങൾക്ക് ട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. എനിക്ക് നിർബന്ധങ്ങളൊന്നുമില്ല, പലരും പഠിക്കണം ഇതിൽ പ്രോഫിറ്റ് എടുത്ത് വരണമെന്നൊന്നും എനിക്ക് നിർബന്ധങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് പഠിച്ച് പ്രോഫിറ്റിക്ക് വന്നാൽ നിങ്ങൾക്ക് കൊള്ളാം, അത്രേ ഉള്ളൂ കാര്യം ഫ്യൂച്ചറിൽ. അല്ലാണ്ട് നമുക്കൊന്നും കിട്ടണമല്ലോ അതിൻ്റെ ഉള്ളിൽ നിന്ന്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങളിപ്പോൾ അത് പഠിക്കാൻ വന്നു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് കിട്ടും, അത്രേ ഉള്ളൂ കാര്യം, വേറെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ജീവിതകാലത്തേക്ക് ഇങ്ങനത്തെ ഒരു സപ്പോർട്ട് എന്നുള്ള കൺസെപ്റ്റ് എന്തായാലും നടക്കില്ല, അത് എല്ലാവരും മനസ്സിലാക്കുക. പിന്നെ പുതുതായിട്ട് കാണുന്ന ആൾക്കാർ ഈ വീഡിയോ പുതുതായിട്ട് കാണുമ്പോൾ ഇത്തിരി ഓക്വേർഡായിട്ടൊക്കെ നമുക്ക് തോന്നും. നിങ്ങൾ പ്രീവിയസ് വീഡിയോസും കൂടിയും കാണുക, മനസ്സിലായാലേ നമുക്ക് നമ്മുടെ കാര്യം എന്തായാലും പറഞ്ഞു പോയേ പറ്റുള്ളൂ. അപ്പോൾ അത്രയും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, ഇൻസ്റ്റാഗ്രാം നമ്മൾ ചോദിച്ചേക്ക്. നാളെ കാണാം. ഓക്കെ, ബൈ.